കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കേരള കോൺഗ്രസ് മാണി വിഭാഗം നേരിട്ടത്. UDFന്റെ തേരോട്ടത്തിൽ കേരള കോൺഗ്രസിന് മധ്യകേരളത്തിൽ നിലം തൊടാനായില്ല. കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഈ തോൽവി. 1979 രൂപീകൃതമായ ശേഷം ഇതാദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് സമ്പൂർണമായും കാലിടറി. 12 സീറ്റുകളിൽ മത്സരിച്ച മാണി വിഭാഗത്തിന് ഒറ്റ സ്ഥാനാർത്ഥിയെയും നിയമസഭയിലേക്ക് എത്തിക്കാനായില്ല. മധ്യകേരളത്തിലെ ഏറ്റവും ശക്തമായ സംസ്ഥാന പാർട്ടിയുടെ അടിത്തറ ഇളകി. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി സ്വന്തം മണ്ഡലമായ പാലായിൽ തോറ്റത് 2991 വോട്ടിന്. 13 തവണ തുടർച്ചയായി കേരള കോൺഗ്രസ് വിജയിച്ച പാല KM മാണിക്ക് ശേഷം ഇത്തവണയും 2 സ്വീകരിച്ചില്ല. നേതാക്കളിൽ ഏറ്റവും വലിയ തോൽവി നേരിട്ടത് ഇടുക്കിയിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കോൺഗ്രസിലെ റോയി കെ പൗലോസിനോട് തോറ്റത് 23,822 വോട്ടിന്. കാഞ്ഞിരപ്പള്ളിയിൽ N ജയരാജും പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കലും തോറ്റ മുതിർന്ന നേതാക്കളിൽ ഉൾപ്പെടും. എക്കാലവും കേരള കോൺഗ്രസിനൊപ്പം നിന്ന പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ കൈവിട്ടതാണ് പ്രധാന പരാജയ കാരണം. തോൽവിയുടെ കാരണങ്ങൾ കേരള കോൺഗ്രസും LDFും വിലയിരുത്തുമെന്ന് ജോസ് കെ മാണിയുടെ പ്രതികരണം. ജനാധിപത്യത്തിന്റെ ഭാഗമാണ് ജയപരാജയങ്ങൾ. തെരഞ്ഞെടുപ്പിലെ പ്രവർത്തനം ജയത്തിലേക്ക് എത്തിക്കാനായില്ലെന്നും ജോസ് കെ മാണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു പിന്നോക്കം പോയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എവിടെയാണ് കുറച്ചത് ഉണ്ടായിട്ടുള്ളത് എന്ന് തീർച്ചയായും ഇടതുപക്ഷത്തിനകത്തും പാർട്ടിക്കകത്തും അത് ദീർഘമായ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ചർച്ച നടത്തിയതിനു ശേഷം എന്റെ പൂർണ്ണ വിവരം. ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ.